ഇസ്ലാമിനെക്കുറിച്ച് അറിയാത്ത സഹോദരങ്ങളോട് പറയാനുള്ളത്, ഏതെങ്കിലും പത്രമാധ്യമങ്ങളിലോ മറ്റ് TV ചാനലുകളിലോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളോ യുക്തിവാദികളോ പറയുന്ന അല്ലെങ്കിൽ അവർ പ്രചരിപ്പിക്കുന്ന വാർത്ത കേട്ടിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നഷ്ടം നമ്മൾക്ക് ഓരോരുത്തർക്കുമാണ്. അതുകൊണ്ട് ഇന്ന് ഈ ഖുർആൻ പരിഭാഷ നമുക്ക് ലഭ്യമാണ്. കുറേ നാൾ മുമ്പ് അതൊന്നും ലഭ്യമല്ലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇന്ന് ഖുർആൻ പരിഭാഷ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സഹോദരങ്ങളും ഖുർആൻ പരിഭാഷ സംഘടിപ്പിച്ചിട്ട് അതൊന്ന് ഒരു തവണയെങ്കിലും മലയാളത്തിൽ കിട്ടുന്നതൊന്ന് വായിച്ചു നോക്കണം. സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ഖുർആൻ പരിഭാഷ വായിച്ചാൽ മനസ്സിലാകും ഇത് ഈ പറഞ്ഞതുപോലെ ലോകസ്രഷ്ടാവിൽ നിന്നുള്ളതാണ് ഈ വചനങ്ങളെന്ന് മനസ്സിലാവും. അത് മനസ്സിലായി കഴിയുമ്പോൾ പ്രവാചക വചനങ്ങളെയും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെയും പരിശോധിക്കുക. അപ്പോഴും നമുക്ക് ബോധ്യമാകും ഇത് ദൈവിക വചനങ്ങൾ തന്നെയാണെന്നുള്ളത്. അതുകൊണ്ട് ഇസ്ലാം തീവ്രവാദം എന്നൊക്കെയുള്ള ചർച്ചകളും കാര്യങ്ങളുമൊക്കെ ശത്രുക്കൾ ഉണ്ടാക്കുന്നതാണ്, ഇസ്ലാമിനോട് വൈരാഗ്യമുള്ളവർ ഉണ്ടാക്കുന്നതാണ്. അതിനെ നിഷേധിച്ചിട്ട് നിഷ്പക്ഷമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓരോരുത്തരും മനസ്സിലാക്കി സ്വന്തം ജീവിതത്തിൽ, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ആദ്യം സ്വയം നന്നാവുക പിന്നെ മറ്റുള്ളവരെ നന്നാക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആദ്യം സ്വയം നന്നാകാൻ വേണ്ടി, സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി, മരണത്തിന് ശേഷമുള്ള ആ ജീവിതം നല്ലതാക്കാൻ വേണ്ടി, സ്വർഗീയ ജീവിതം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും ഖുർആൻ പരിഭാഷ സംഘടിപ്പിച്ച് വായിച്ച് ഇസ്ലാമിനെ പ്രവാചക വചനങ്ങളിൽ നിന്നും ഖുർആനിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.